ഹലോ, എല്ലാവർക്കും AKM ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ഫിഷ് ഫാമിംഗ് അറ്റ് ഹോം ടെറസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കാര്യം, നമ്മൾ പണിത ടാങ്കിൻ്റെ വോളിയം, അതിൽ എത്ര ലിറ്റർ കപ്പാസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ലിറ്റർ വെള്ളത്തിൽ നമുക്ക് എത്ര ഫിഷിനെ വളർത്താം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യത്തെ സ്ലൈഡിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ നീളം, വീതി, ആഴം, ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലെ വോളിയം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വോളിയം = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അഥവാ ഡെപ്ത്. അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഡെപ്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ടാങ്കിൻ്റെ ആക്ച്വൽ ഹൈറ്റ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഉള്ളത് 290 സെൻറ്റിമീറ്റർ നീളം, 180 സെൻറ്റിമീറ്റർ വീതി, 50 സെൻറ്റിമീറ്റർ ഡെപ്താണ് ഞങ്ങൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. കാരണം ടാങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല. തൽക്കാലം ഒരു 50 സെൻറ്റിമീറ്ററാണ് വെള്ളം ഞങ്ങൾ നിറയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2,610 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഈ ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2,610 ഡിവൈഡഡ് ബൈ 1000 നിങ്ങൾക്ക് ആ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളിക്കാം എന്നുള്ളതിൻ്റെ കണക്ക് കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് 2,610 വെള്ളം ഞങ്ങൾക്ക് ചെറിയ ടാങ്കിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ വലിയ ടാങ്കിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3,820 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എത്ര മീനുകളെ വളർത്താം. ഓക്കെ, നമുക്കിവിടെ ലിറ്റർ കണക്ക് കിട്ടി. ആ ലിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടാങ്കിൽ 2,610 രണ്ടാമത്തെ ടാങ്കിൽ 3,820 ലിറ്ററും നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി ഇതിൽ എത്ര ഫിഷിനെ നമുക്ക് വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ചിട്ട് ഒരു മീനിന് സർവൈവ് ചെയ്യാൻ ഏകദേശം 5-6 ലിറ്റർ വെള്ളം വേണം. ഇതിലുള്ള ഫോർമുല വളരെ സിമ്പിളാണ്. മൊത്തം ലിറ്റർ ഡിവൈഡഡ് ബൈ 6 ആണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടാങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം 435 ഫിഷിനെ വളർത്താം. രണ്ടാമത്തെ ടാങ്കിൽ ഞങ്ങൾക്ക് 636 ഫിഷിനെയും വളർത്താം. പക്ഷേ ഞങ്ങൾ അത്രയും ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഓരോ ടാങ്കിലും 300 ഫിഷിനെ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ കോവിഡും ക്വാറന്റൈനും പ്രശ്നങ്ങളും കാരണം ഫിഷിനെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ ഇവിടെ 300 കരിമീനെയും 300 തിലോപ്പിയനാണ് വാങ്ങി ടാങ്കുകളിലായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ചെറിയ ടാങ്ക് ഞങ്ങളുടെ സ്ഥിതി ചെയ്യുന്നത് നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കരിമീനിടാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീൻ കുറച്ചും കൂടി ഡെലിക്കേറ്റഡാണ്. അവർ ഭയങ്കര നാണം കുണികളെന്ന് പറയും. അത് പെട്ടെന്ന് അവർ ഇണങ്ങില്ല. നമ്മൾ ആ ടാങ്കിൽ കൊണ്ടിടുമ്പോൾ അവർ ഭയങ്കര ഷൈ ഫിഷാണ്. അവർ എപ്പോഴും ഒളിച്ചിരിക്കുന്ന ഫിഷാണ്. അപ്പോൾ അതൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട് അവർക്ക് സമയമെടുക്കും. പിന്നെ അവർക്ക് സൂര്യപ്രകാശം വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ആ ചെറിയ ടാങ്ക് പണിതിരിക്കുന്ന അതിൻ്റെ മുകളിൽ ഷെയ്ഡുകളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ ടാങ്കിൽ 300 ഫിഷിന് കരിമീനിടുന്നു. വലിയ ടാങ്കിൽ തിലോപ്പിയനെയും വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നമ്മൾ ഹരിപ്പാടിൽ നിന്നാണ് കരിമീനിനെ മേടിച്ചിട്ടുള്ളത്. തിലോപ്പിയൻ ഇവിടെ തൃശ്ശൂർ തന്നെ അവരുടെ ഏജൻ്റ് ഉണ്ട്. അവർ വിശ്വസിക്കുന്ന ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഹരിപ്പാട് എന്നുള്ള ഏജൻറ്റ് കരിമീനായതുകൊണ്ട് ഹരിപ്പാടിൽ നിന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു ഏജൻറ്റ് കയ്യിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. പുള്ളി ഇവിടെ തൃശ്ശൂർ വരെ കൊണ്ട് ഡെലിവറി ചെയ്ത് തരും. ഹരിപ്പാടിൽ നിന്ന് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളിൽ ഓക്സിജൻ ഫില്ല് ചെയ്ത് വെള്ളം ഓക്സിജൻ ഫില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് ഈ ഫിഷിനെ ഇട്ട് കൊണ്ടുവരുന്നത്. ഹരിപ്പാടിൽ നിന്ന് വരുന്നതാണ്. അത്രയും ദൂരത്തു നിന്ന് ഒരു കാറിലിട്ടിട്ട് കൊണ്ടുവരുമ്പോൾ ഓക്സിജനും വെള്ളവും മിക്സിങ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വല്ല ഫംഗസോ കാര്യങ്ങളോ മീനിൻ്റെ സ്കിന്നിൽ പറ്റിയിരിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ സാധാരണ കറിക്കിടുന്ന അയോഡൈസ്ഡ് ഉപ്പൊന്നും ഇടരുത്. കല്ലുപ്പ് തന്നെ മേടിക്കുക. കല്ലുപ്പ് യൂസ് ചെയ്ത് വെള്ളത്തിൽ കലക്കി, ഒരു പിടി കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി അതിൽ ഈ ഫിഷിനെ കുറച്ച് നേരം ഇട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇട്ടതിന് ശേഷം ടാങ്കിലേക്ക് പകർത്തേണ്ടതാണ്.
അപ്പോൾ അത് പകർത്താനും ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഫിഷുകൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് ചത്തുപോകും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ചെയ്തത് ടാങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൽ ഈ കൊണ്ടുവന്ന ഫിഷിനെ ആ കവറോടടക്കം ഞങ്ങൾ ഇങ്ങനെ മുക്കി വയ്ക്കുകയായിരുന്നു. അതായത് അതിന് ജസ്റ്റ് ആ ബക്കറ്റിൽ ഇത് ഇട്ടാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന കവറിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ബക്കറ്റിലെ ടെമ്പറേച്ചറും സെയിം ആവും. ആ നേരത്താണ് ഞങ്ങൾ കവർ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടത്. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാങ്കിലേക്ക് പകർത്താണ്. അപ്പോൾ ടാങ്കിലേക്ക് പകർത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒഴിക്കണ്ട, ജസ്റ്റ് ആ വെള്ളത്തിൽ ആ ബക്കറ്റ് മുക്കി വയ്ക്കുക. അപ്പോൾ ടാങ്കിലെ pH ലെവൽ ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഫിഷ് തന്നെ അതിലേക്ക് ഇറങ്ങിപ്പോവും, ആ ടാങ്കിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അത് ഫിഷ് ഇറങ്ങി പോകുന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടാങ്കിൻ്റെ ഉള്ളിലെ എൻവിറോൺമെൻറ്റ് അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആയിരിക്കാം. അതുകൊണ്ട് ഫിഷ് ഇറങ്ങിപ്പോകില്ല. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അതായത് വീഡിയോ ഇറങ്ങിപ്പോകുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ കറക്റ്റ് ഞങ്ങൾ ടാങ്കിലെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ മുകളിൽ കാണാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എത്രയാണ് pH ലെവൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ടാങ്കിൽ. അപ്പോൾ കരിമീനിന് ഈ മേലെ കാണുന്ന സംഖ്യയാണ് വേണ്ടത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. pH ലെവൽ കൂടിയാലോ കുറഞ്ഞാലോ ഫിഷുകൾക്ക് അത് എഫക്റ്റ് ചെയ്യും, മീനുകൾ ചാവും. അതുകൊണ്ട് pH ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കരിമീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മൾ ടാങ്കിൽ ഇട്ട ഉടനെ അവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീഡ് എടുക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഭയങ്കര ഷൈ ഫിഷാണത്. അപ്പോൾ അവർ ആ ഒരു എൻവിറോൺമെൻറ്റിലേക്ക് ഇണങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 ദിവസത്തോളം എടുത്തിട്ടാണ് ഇപ്പോൾ അത് ഫീഡ് ചെയ്യുമ്പോൾ അത് വന്ന് അടിയിൽ നിന്ന്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ്, മുകളിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യില്ല ഫുഡ്, അവർ അടിയിൽ നിന്നാണ് കഴിക്കുള്ളൂ. അപ്പോൾ അത് വന്ന് കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അഥവാ അവർ ഫീഡ് ചെയ്യുമ്പോൾ അവർ ഫുഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, 1-2 ദിവസത്തിനുള്ളിൽ അവരെടുത്തോളും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. pH ലെവൽ മോണിറ്റർ ചെയ്യുക എല്ലാ ആഴ്ചയിലും, കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ, മേ ബി 3 days 4 days ഗ്യാപ്പിൽ അത് ആ വെള്ളത്തിലെ അമോണിയ ചെക്ക് ചെയ്യുക. അമോണിയ ചെക്ക് ചെയ്തില്ലെങ്കിൽ അമോണിയൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും ഫിഷ് ചാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അമോണിയ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മീനുകളെല്ലാം ഈ സർഫസിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അമോണിയ കൂടിയിട്ടുണ്ടാവാം എന്നുള്ളത്. പക്ഷേ ഏറ്റവും സേഫായിട്ട് 3-4 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അമോണിയൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക, pH മോണിറ്റർ ചെയ്യുക. അപ്പോൾ pH മോണിറ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു pH മീറ്റർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ആമസോണിൽ നിന്ന് സിമ്പിളായിട്ട് ഓർഡർ ചെയ്യാം, അധികം വിലയൊന്നുമില്ല. ഏകദേശം 800-900 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് pH മീറ്റർ കിട്ടും. എത്ര വേണമെങ്കിലും നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് അമോണിയ ടെസ്റ്റിംഗ് കിറ്റാണ്. അതും ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്യും. അപ്പോൾ ഞങ്ങളിത് രണ്ടും ഓർഡർ ചെയ്ത് വീട്ടിൽ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട്. നിങ്ങൾക്കത് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫിഷിൻ്റെ അടിയിലുള്ള വേസ്റ്റുകൾ നമുക്ക് എടുത്ത് കളയാനായിട്ടുള്ളൊരു സംവിധാനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്, കാരണം ടെറസിൻ്റെ മുകളിലായതുകൊണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഒരു 1/2 ഇഞ്ചിൻ്റെ ഓസ് മേടിക്കുക. ആ ഓസിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു വാൾവ് ഫിറ്റ് ചെയ്യുക. ഈ വാൾവ് ഫിറ്റ് ചെയ്ത ഭാഗം നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുക, അതായത് ലോവർ ലെവലിലേക്ക് ഇടുക. ഈ ഓസിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം മുകളിലത്തെ എൻഡ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അപ്പോൾ മുക്കി വയ്ക്കുമ്പോൾ ഈ വെള്ളം തന്നെ താഴത്തേക്ക് ഒഴുകി തുറന്നു. അപ്പോൾ ഒരു വടിയുമയോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് ഈ വെള്ളം അടിഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്വം ക്ലീനർ വലിച്ചെടുക്കുന്ന പോലെ അടിയിലത്തെ വേസ്റ്റുകൾ മുഴുവൻ വലിച്ച് താഴത്തേക്ക് പോകും. അപ്പോൾ ഈ പോകുന്ന വെള്ളം നമ്മളൊരു തെങ്ങിൻ്റെ കടക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ പോകുന്ന വെള്ളത്തിൻ്റെ ഇറിഗേഷൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അമോണിയാണ്, ഫിഷിൻ്റെ വേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ കലർത്തി ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ അതിനൊരു വളമായി മാറും. അതങ്ങനെ ഒരു വെറുതെ വേസ്റ്റായി പോകുന്ന വെള്ളമല്ല, നല്ലതാണ്. ചെടികൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളുണ്ട്. അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായ തക്കാളി, ലേഡീസ് ഫിംഗർ, പിന്നെ എന്താണുള്ളത്, മുളകുകൾ, അതായത് കാന്താരി മുളക്,
അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് കറിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ പറമ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഇറിഗേഷൻ സിസ്റ്റം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്തതിലേക്ക് ഇത് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആ ചെടികൾക്കത് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ല വിളവും കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി, ചിലപ്പോൾ 3-4 പക്ഷികൾ കിട്ടുമായിരിക്കും, നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റിലൂടെ ഞാൻ എപ്പോഴും എല്ലാവർക്കും ഒരു റിപ്ലൈ തന്നിരിക്കും. ഞങ്ങൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ പാർട്ട് 3 ഇറങ്ങും. അതായത് ഈ പാർട്ട് 3ൽ അന്ന് ഞങ്ങൾ ഈ കൃഷിയിൽ എങ്ങനെയാണ് വിജയിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ഫിഷിൻ്റെ വളർച്ചേൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടും. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള റെമഡീസ്, അപ്പോൾ ഫിഷിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അനാലിസിസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 100% ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. കാരണം ഇത് വൺസ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരം വെറുതെ ഒരു അരമണിക്കൂർ വന്ന് നോക്കേണ്ട ഒരു കാര്യം ഇതിലുള്ളൂ. അത് അതിൻ്റെ വഴിക്ക് നടന്നു പോയിക്കോളും. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾ രാവിലെ എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് അതിന് ഫീഡ് ചെയ്തതിന് ശേഷം ജോലിക്ക് പോവുക, തിരിച്ചു വരുന്നതിന് ശേഷം വീണ്ടും അടുത്ത കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ 100% നിങ്ങളുടെ സമയം യൂസ് ചെയ്യേണ്ട കാര്യം ഇതിലില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ 3 മാസം 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനെ പിടിച്ച് നമുക്ക് വീട്ടിൽ കറി വയ്ക്കാനും അങ്ങനെയുള്ള ചിലവുകൾ കുറയ്ക്കാനും നമുക്കിത് ഉപയോഗമാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം, ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കേണ്ട. ഈ വീഡിയോൻ്റെ താഴെ ഒരു റെഡ് കളറിലൊരു ബട്ടൺ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിൽ ഇനി സബ്സ്ക്രൈബ് എന്നും പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടൊരു റെഡ് ബട്ടൺ ഉണ്ടാവും. അതിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരും. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. അറിയാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജാണ്. കാരണം അതിനെപ്പറ്റി വീണ്ടും അന്വേഷിച്ചതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും അതേ കമൻറ്റിൽ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2 കൂട്ടരും അല്ലാതെ മൂന്നാമത് ഇത് കാണുന്ന അല്ലെങ്കിൽ റിപ്ലൈ കാണുന്ന ഒരാൾക്ക് അവർക്കത് വളരെയധികം സഹായകരമാകും. അവർക്കും അതൊരു ഉപകാരമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. കൊറോണ കാലമാണ്, എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, അനാവശ്യമായിട്ട് പുറത്തേക്ക് പോവാതിരിക്കുക. അവനവനെ സംരക്ഷിക്കുന്നതിലൂടെ മറ്റുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുടെ കൂട്ടുകാരെയും നമ്മൾ സംരക്ഷിക്കുകയാണെന്നുള്ള ഓർമ്മ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. നമ്മളിതേപോലെ വളരെ ശ്രദ്ധിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ക്രൈസിസ് നമുക്ക് തരണം ചെയ്യാം. സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം. ഇത് സമയം പെട്ടെന്ന് പോകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇത് കൂടുതൽ വഷളാവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു രക്ഷ നേടാനായിട്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ നമ്മുടെ അതോറിറ്റീസിന് ഉണ്ടാവേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാക്കാതെ ഈ രോഗം കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ നോക്കേണ്ട കടമ നമ്മളെല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ റിലേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോ ഞങ്ങൾ 2-3 മാസത്തിനുള്ളിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. It's hard to breathe, but that's all right.